എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ. ഒരു KSRTC ബസ്സിൽ ദിലീപിന്റെ പഴയ പറക്കുതളിക വെച്ചതിനുള്ള പ്രതിഷേധാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. നിങ്ങൾ തന്നെ ആ സിനിമ 10-20 വട്ടം കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പം അതാ നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോ TV CID മൂസ അങ്ങനെയുള്ള പഴയ പടങ്ങൾ വന്നാൽ നിങ്ങൾ TV എറിഞ്ഞു പൊട്ടിക്കുവോ? എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ കോടതിയിൽ ഇപ്പൊ ആർക്കും വിശ്വാസമില്ലേ? നിങ്ങള് മറ്റേ സായി കൃഷ്ണ പറഞ്ഞ പോലെ ഇതിലും പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതിലും വാർത്ത കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഇതിലിപ്പോ 1-ാം പ്രതി പൾസർ സുനിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, കേരളത്തിലെ എല്ലാ ബജാജ് ഷോറൂമിന്റെ മുമ്പിലും ചെന്നിട്ട് ഇനി പൾസർ വിൽക്കാൻ പാടില്ല, പൾസർ ആരും വാങ്ങാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമരം ചെയ്യും. അപ്പൊ ഇതിലും നല്ല മീഡിയ അറ്റൻഷൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റാ തോന്നുന്നു ഈ വാർത്തയൊക്കെ പബ്ലിക് ചെയ്യുന്നത്. ഈ ഇത്രക്ക് തരം താഴ്ന്ന വാർത്തയല്ലോ ഏഷ്യാനെറ്റ് കൊടുക്കാൻ തുടങ്ങിയോ? ഇതൊക്കെ ഒരു വാർത്തയാണോ? ഇവരെല്ലാം വെറുതെ ഷോ കാണിക്കുന്ന. നിങ്ങൾ അവൾക്കൊപ്പം എല്ലാരും അവൾക്കൊപ്പം തന്നെയാണ്. അപകടം പറ്റിയ ആൾക്കൊപ്പം തന്നെ എല്ലാരും. നിങ്ങള് ഒരു കാര്യം ചെയ്യുക, എല്ലാരും കൂടി പിന്നെ അപ്പീല് പോയിട്ട് അവൾക്കൊപ്പം നിന്നിട്ട് ഇനിയിപ്പോ പ്രതിക്ക് ശിക്ഷ കിട്ടിയത് കുറവാണെങ്കിൽ നിങ്ങൾ വലിയ ശിക്ഷകൾ വാങ്ങിക്കൊടുക്ക്. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കയറിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ആ ബസ്സിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണണം എന്ന് പറയുമ്പോ ബാക്കിയുള്ള ആൾക്കാരെന്താ വെറുതെ ഓസിക്ക് കയറിയിരിക്കുന്ന ബസ്സിൽ? വെറുതെ ഓരോ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്.